ഇന്നലെ അങ്ങനെ ഞങ്ങൾ പടം കണ്ടിട്ട് ഞാൻ താണ്ട വന്നു കേട്ടോ. വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പടത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി കേട്ടോ. ശ്രീരാജ് ശ്രീനിവാസനാണ് ഈ പടത്തിന് ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്ററും കേട്ടോ. സംഭവം നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. ചെറിയ ലൊക്കേഷനിൽ തന്നെയുള്ള ഒരു വലിയ കാര്യം സംസാരിക്കുന്ന പോലെയാണ് കേട്ടോ. അതായത് ഒരു ഷാപ്പിൽ നടക്കുന്ന അപകടം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസുകാരൻ്റെ കഥയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ഷാപ്പും പരിസരങ്ങളും മാത്രമാണ്, അല്ലെങ്കിൽ ഷാപ്പ് പോലീസ് സ്റ്റേഷൻ മാത്രമായിട്ടുള്ള ചെറിയൊരു ലൊക്കേഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും എന്നുള്ളത് ഡയറക്ഷൻ്റെയും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ഒരു ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ കുറേ സാധനങ്ങൾ സിംഗിൾ ഷോട്ടിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ കൊള്ളാം. പിന്നെ നമ്മൾ ഡയറക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആക്ടിങ്ങിലോട്ട് വരുമ്പോൾ ബേസിൽ ജോസഫ് ഒരു പ്രധാന കഥാപാത്രത്തിനെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പ്രധാന കഥാപാത്രം എന്ന് പറയുമ്പോൾ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് കേട്ടോ പുള്ളിയുടെ ക്യാരക്ടർ നമ്മൾ ഒരുപാട് ചിരിച്ച് മറിയാമെന്ന് പറഞ്ഞിട്ട് ആരും ദൈവത്തോർത്ത് തിയേറ്ററിൽ കയറി പോകരുത്. ഒരുപാട് ചിരിക്കാനൊന്നുമില്ല. പുള്ളി നോർമൽ ഒരു പോലീസ് ഓഫീസറുടെ പോലെ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമയിലെ രാജേഷ് എന്ന് പറയുന്ന കഥാപാത്രവും പിന്നെ നോർമൽ ബേസിലിൻ്റെ ക്യാരക്ടറും കൂടെ ചേർത്തിട്ട് അപ്പോൾ ബേസിലിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്, നമുക്ക് പോയി ചിരിച്ച് മറിയാമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ കയറി വന്നിട്ട് പടം കണ്ടിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇറങ്ങി വന്നിട്ട് പടം കൊള്ളത്തില്ല എന്നുള്ള അഭിപ്രായം പറയാൻ ദൈവത്തെ കുറിച്ച് ആരും പോകരുത്. രണ്ടാമത്തെ കാര്യം, പിന്നെ സോബിനും ചെമ്പൻ വിനോദം അവരൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവർ കഴിവ് തെളിയിച്ച അസാധ്യ നടന്മാരാണ്. ക്ലൈമാക്സ് സീനിൽ ഇവർ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. എൻ്റെ പൊന്നളി അത് കാണണം കേട്ടോ. സംഭവം അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. നിങ്ങളത് കണ്ടു നോക്കും. പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്, വേറെ ആരെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റത്തില്ല സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇതിനകത്ത് കമൻ്റ് ഇടുക കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു കാരണവശാലും ലാഗ് അടിക്കുമെന്ന് തോന്നിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കള്ളുഷാപ്പിൽ നടക്കുന്ന ഒരു കള്ള് കുടിച്ചാലൊക്കെ ചെറിയൊരു മന്ദത പെരിപ്പോടെ പോയി കാണാൻ പറ്റുന്ന കട കേട്ടോ. ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോകും. ചില സമയത്ത് നമുക്ക് നല്ല തരിച്ച് വരും, ചില സമയത്ത് താരും. ഒരു ഷാപ്പിലൊക്കെ നമ്മൾ കള്ള് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ തന്നെയാണ് ഈ പടത്തിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. സംഭവം നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ താണ്ടിത്തേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക.